കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ചിട്ട് ഒരു ലീനിയർ സെക്കൻഡ് ഓർഡർ പി ഡി സോൾവ് ചെയ്യാന്ന് കണ്ടു. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഹീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാം എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് നമ്മളുടെ ലെങ്ത് ഓഫ് തിൻ റോഡാന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് 0 എന്ന് പറയുന്നത് എൻഡുകളിലുള്ള ടെമ്പറേച്ചർ ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ 0. പിന്നെ നമുക്കറിയാം ഹീറ്റ് ഇക്വേഷന്റെ ഇക്വേഷൻ വരുന്നത് കെ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ ടി ഗ്രേറ്റർ ദാൻ 0 കെ ഗ്രേറ്റർ ദാൻ 0. ഇനി ഇവിടെ നമ്മൾ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസും കൂടി ഡിഫൈൻ ചെയ്യാണ്. അതായത് രണ്ട് എൻഡുകളിലും തുടക്കവും അവസാനവും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ആണ്. ഇനി യു ഓഫ് എക്സ് ടി ആണ് നമ്മുടെ ടെമ്പറേച്ചർ ഫംഗ്ഷൻ. അപ്പോൾ യു ഓഫ് 0 ടിയിലും യു ഓഫ് എൽ ടിയിലും നമ്മളുടെ ടെമ്പറേച്ചർ 0 ആണ് ഫോർ ഓൾ ടി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഇനീഷ്യൽ ടെമ്പറേച്ചർ ത്രൂ ഔട്ട്, തുടങ്ങുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ, അതാണ് യു ഓഫ് എക്സ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് തിൻ റോഡ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദി റോഡ്, 0 എന്ന് പറയുന്നത് എൻഡുകളുടെ ടെമ്പറേച്ചർ, യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ ഫംഗ്ഷൻ റോഡിന്റെ. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഹീറ്റ് ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത് കെ ഇൻറ്റു ഡോ യു സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി ആണ്. under 0 less than x less than l t greater than 0 and k greater than 0. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ ബൗണ്ടറി കണ്ടീഷൻസ് ഏതാണ്? അപ്പോൾ രണ്ട് എൻഡുകളിലും ടെമ്പറേച്ചർ 0 ആണെന്ന് തന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ എഴുതുന്നത് യു ഓഫ് 0 എൽ ഈക്വൽ ടു യു ഓഫ് എൽ ടി ഈക്വൽ ടു 0. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ യു ഓഫ് എക്സ് 0 തുടങ്ങുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ചിട്ടാണ് കാണുക. അപ്പോൾ ലെറ്റ് യു ഓഫ് എക്സ് കോമ ടി ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ എന്ന് എഴുതിയിരുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വേരിയബിൾസ് എക്സും ടി ആണ്. അപ്പൊ നമ്മൾ അതിന്റെ സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ വരുത്തിയതാണ്. യു ഓഫ് എക്സ് ടി ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ബി എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ പി ഡി ഇ. ഇനി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എക്സ് വേരിയബിളും ടി കോൺസ്റ്റന്റും. അപ്പോൾ എക്സ് ഡാഷ് ടി ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എക്സ് ഡബിൾ ഡാഷ് ഇൻറ്റു ടി ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു എക്സ് ടി ഡാഷ്. ഇനി നമുക്ക് നമ്മളുടെ ഇനീഷ്യലും ബൗണ്ടറിയും കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. യു ഓഫ് 0 ടി, അപ്പൊ ഈ അസംഷൻ പ്രകാരം നമുക്ക് യു ഓഫ് 0 ടിനെ x of 0 into t of t equal to 0 for all t greater than 0. ഏത് ടി എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം x of 0 equal to 0. ഇതേപോലെ തന്നെ u of l t equal to 0. This implies x of l into t of t equal to 0 for all t greater than 0. ഏത് ടി എടുത്താലും എക്സ് ഓഫ് എൽ ഇൻറ്റു ടി ഓഫ് ടി 0 ആണ്. ദിസ് ഇംപ്ലൈസ് എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ യു ബൈ ഡോ ടിയും നമ്മളുടെ പി ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും കെ ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് ടി ഈക്വൽ ടു
എക്സ് ടി ഡാഷ്. ഇനി എക്സുകളെ ഒരുമിച്ചാക്കണം, ടികളെ ഒരുമിച്ചാക്കണം. ദിസ് ഇംപ്ലൈസ് എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു ടി ഡാഷ് ബൈ കെ ടി ഈക്വൽ ടു ലാംഡ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ എക്സിന് ഡബിൾ ഡാഷ് ഉണ്ട്, അപ്പൊ ലാംഡയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ കേസുകളിൽ കാണണം. ലാംഡ ഈക്വൽ ടു 0 ആകുമ്പോൾ സൊല്യൂഷൻ കാണണം, ലാംഡ ഗ്രേറ്റർ ദാൻ 0 കാണണം, ലാംഡ ലെസ് ദാൻ 0 കാണണം. ഇനി ഈ ഇക്വേഷന് നമുക്ക് എഴുതാം എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു ലാംഡ ആൻഡ് ടി ഡാഷ് ബൈ കെ ഇൻറ്റു ടി ഈക്വൽ ടു ലാംഡ. ദിസ് ഇംപ്ലൈസ് എക്സ് ഡബിൾ ഡാഷ് minus lambda x equal to 0 and t dash minus k lambda t equal to 0. ഇനി ഈ ഇക്വേഷൻസ് നമുക്ക് ലാംഡയുടെ ഓരോ കേസിലും സോൾവ് ചെയ്യാം. അപ്പൊ കേസ് 1 ലാംഡ ഈക്വൽ ടു 0. ലാംഡ ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മളുടെ ഇക്വേഷൻസ് എക്സ് ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 ആൻഡ് ടി ഡാഷ് ഈക്വൽ ടു 0 ഇങ്ങനെയായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എക്സ് ഡബിൾ ഡാഷിനെ 2 പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടും എക്സ് ഡാഷ് ഈക്വൽ ടു c1 എക്സ് ഈക്വൽ ടു c1 എക്സ് പ്ലസ് c2. ടി ഡാഷ് ഈക്വൽ ടു 0നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടും ടി ഈക്വൽ ടു c3. ഇപ്പൊ നമുക്ക് കിട്ടി എക്സ് ഈക്വൽ ടു c1 എക്സ് പ്ലസ് c2യും ടി ഈക്വൽ ടു c3. നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസും കൂടി ഉണ്ട്. അത് ഈ 2 ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്തുണ്ടാവുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 എക്സിന്റെ സൊല്യൂഷനിൽ സ്മോൾ എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. ദിസ് ഇംപ്ലൈസ് c1 into 0 plus c2 equal to 0, which implies c2 equal to 0. ഇനി x of l equal to 0, അതായത് x of x ന്റെ സ്മോൾ എക്സിന് പകരം l എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും c1l plus c2 equal to 0. നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു c2 equal to 0. This implies c1l equal to 0. L എന്ന് പറയുന്നത് 0 അല്ല, അപ്പൊ നമുക്ക് ആകെയുള്ള പോസിബിലിറ്റി c1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ c1 0 ആണ്, c2 0 ആണ്. അപ്പൊ നമ്മുടെ എക്സ് ഓഫ് എക്സും 0 ആണ്. എക്സ് ഓഫ് എക്സ് 0 ആയ u ഓഫ് എക്സ് ടി വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി അതും 0 ആയി. അപ്പോൾ ട്രിവിയൽ സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ട്രിവിയൽ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല. അപ്പോൾ നമ്മൾ ഈ കേസ് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യില്ല. ഇനി ഇതേപോലെ നമുക്കിനി ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താ കിട്ടാന്ന് നോക്കി നോക്കാം. കേസ് 2 ലാംഡ ഗ്രേറ്റർ ദാൻ 0. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ തന്നെ ലെറ്റ് ലാംഡ ഈക്വൽ ടു ആൽഫ സ്ക്വയർ where alpha greater than 0. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് എക്സ് ഡബിൾ ഡാഷ് minus alpha square x equal to 0 and t dash minus k alpha square t equal to 0 ഇങ്ങനെയായിട്ട് റെഡ്യൂസ് ചെയ്യും. ഇനി ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ODE ആണ്. അപ്പോൾ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എടുക്കുന്നു. m square minus alpha square equal to 0, which implies m square equal to alpha square. This implies m equal to plus or minus alpha. റിയൽ ഡിസ്റ്റിങ്ക്ട് റൂട്ട് ആണെങ്കിൽ നമുക്കറിയാം എക്സ് ഓഫ് എക്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് c1 e പവർ ആൽഫ എക്സ് പ്ലസ് c2 e പവർ മൈനസ് ആൽഫ എക്സ്. ഇനി ഇപ്പുറത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടി ഡാഷ് ബൈ ടി ഈക്വൽ ടു കെ ആൽഫ സ്ക്വയർ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും log of t of t equal to k alpha square t plus c3. ഇനി എക്സ്പോണൻഷ്യൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും t of t equal to c4 into e power
k alpha square t. ഇനി നമുക്ക് നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസ് ഇട്ട് കൊടുത്ത് നോക്കാം. ആദ്യം x of 0 equal to x of L equal to 0. അപ്പോൾ x of 0 equal to 0, അതായത് നമുക്ക് കണ്ടുവച്ചിരിക്കുന്ന എക്സ് ഓഫ് എക്സിൽ എക്സിന് പകരം 0 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടും c1 plus c2 equal to 0. ഇതിൽ നിന്ന് നമുക്ക് പറയാം c1 equal to minus c2. ഇനി x of L equal to 0. This implies c1 e power alpha L plus c2 e power minus alpha L equal to 0. ഇനി നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. This implies c1 e power alpha L minus c1 e power minus alpha L equal to 0. രണ്ടിലും c1 കോമൺ ആണ്. അപ്പോൾ നമ്മൾ c1 കോമൺ എടുക്കുകയാണ്. c1 ഇൻറ്റു ഇ പവർ ആൽഫ എൽ മൈനസ് ഇ പവർ മൈനസ് ആൽഫ എൽ ഈക്വൽ ടു 0. ഇനി ഇതെന്ന് പറയുന്നത് നമുക്ക് കണ്ടുവരിച്ചുള്ള ഒരു ഫോമാണ്. ഇ പവർ എക്സ് മൈനസ് ഇ പവർ മൈനസ് എക്സ് ബൈ 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈൻ എച്ച് എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം ഇ പവർ എക്സ് മൈനസ് ഇ പവർ മൈനസ് എക്സ് ഈക്വൽ ടു 2 സൈൻ എച്ച് എക്സ്. So this implies c1 into 2 sin h alpha L equal to 0. ഇനി ആൽഫ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, എൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. നമുക്കറിയാം സൈൻ എച്ച് 0 മാത്രമാണ് 0. അപ്പോൾ 2 സൈൻ എച്ച് ആൽഫ എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ദിസ് ഇംപ്ലൈസ് c1 ഈക്വൽ ടു 0. c1 0 ആയ ഓട്ടോമാറ്റിക്കലി c2 ഈക്വൽ ടു മൈനസ് c1 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയും നമുക്ക് നമ്മളുടെ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത്. കറസ്പോണ്ടിംഗ്ലി യു ഓഫ് എക്സ് ടിയും 0 ആണ്. ട്രിവിയൽ സൊല്യൂഷൻ ആണ്. നമുക്ക് ട്രിവിയൽ സൊല്യൂഷനെ കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇനി നമ്മൾ അടുത്ത കേസിലേക്ക് പോവാണ്. അപ്പൊ കേസ് 3, ലാംഡ ലെസ് ദാൻ 0. ലാംഡ ലെസ് ദാൻ 0 ആയതുകൊണ്ട് ലാംഡയുടെ ഫോം മൈനസ് ആൽഫ സ്ക്വയർ വേർ ആൽഫ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ ഈ ലാംഡ നമ്മളുടെ ഇക്വേഷൻസിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും എക്സ് ഡബിൾ ഡാഷ് പ്ലസ് ആൽഫ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 ആൻഡ് ടി ഡാഷ് പ്ലസ് കെ ആൽഫ സ്ക്വയർ ടി ഈക്വൽ ടു 0. ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ODE ആണ്. അപ്പോൾ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എടുത്തിട്ടാണ് സോൾവ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് ആൽഫ സ്ക്വയർ, വിച്ച് ഇംപ്ലൈസ് എം ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ഐ ആൽഫ. കോംപ്ലക്സ് റൂട്ട്സ് ആണ്. കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ പവർ നമ്മളുടെ സൊല്യൂഷന്റെ റിയൽ പാർട്ട് 0 ഇൻറ്റു എക്സ് ഹോൾ ഇൻറ്റു c1 കോസ് ആൽഫ എക്സ് പ്ലസ് സൈൻ ആൽഫ എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു c1 കോസ് ആൽഫ എക്സ് പ്ലസ് c2 സൈൻ ആൽഫ എക്സ്. രണ്ടാമത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ടി ഡാഷ് ബൈ ടി ഈക്വൽ ടു മൈനസ് കെ ആൽഫ സ്ക്വയർ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി, നമുക്ക് കിട്ടും ലോഗ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് കെ ആൽഫ സ്ക്വയർ ടി പ്ലസ് c3. ഇനി എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും ടി ഓഫ് ടി ഈക്വൽ ടു c4 ഇൻറ്റു ഇ പവർ മൈനസ് കെ ആൽഫ സ്ക്വയർ ടി. ഇനി നമുക്ക് നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസ് ഇട്ട് കൊടുക്കണം. ആദ്യത്തത് എക്സ് ഓഫ് 0 ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് എക്സ് ഓഫ് എക്സിൽ എക്സിന് പകരം 0 ഇടുക. അപ്പോൾ c1 കോസ് 0 പ്ലസ് c2 സൈൻ 0 ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് കോസ് 0 1 സൈൻ 0 0. c1 ഈക്വൽ ടു 0.
x of L equal to 0. This implies C1 cos alpha L plus C2 sin alpha L equal to 0. C1 equal to 0 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. This implies C2 sin alpha L equal to 0. ഇവിടെ ഒന്നെങ്കിൽ C2ന് 0 ആവാം, അല്ലെങ്കിൽ സൈൻ ആൽഫ എല്ലിന് 0 ആവാം. C2 0 ആണെങ്കിൽ നമ്മൾ വീണ്ടും ട്രിവിയൽ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ടു ഗെറ്റ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ സൈൻ ആൽഫ എൽ ഈക്വൽ ടു 0. സൈൻ ആൽഫ എൽ ഈക്വൽ ടു 0 എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ തോന്നും ആൽഫ എൽ ഈക്വൽ ടു 0 എന്ന്. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റില്ല നമുക്ക്. കാരണം ആൽഫ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, എൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ആൽഫ ഇൻറ്റു എൽ എന്ന് പറയുന്നതും 0നേക്കാളും വലിയൊരു സംഖ്യയാണ്. അപ്പോ 0നേക്കാട്ടി വലുതാവുമ്പോൾ എപ്പോഴൊക്കെയാണ് സൈൻ ആൽഫ എൽ 0 ആവണത്? നമുക്ക് സൈനിന്റെ ഗ്രാഫ് അറിയാം. സൈൻ 0 0, സൈൻ പൈ ബൈ 2 1, സൈൻ പൈ 0. ഇതേപോലെ തന്നെ സൈൻ മൈനസ് പൈ ബൈ 2 ഈക്വൽ ടു -1, സൈൻ മൈനസ് പൈ ഈക്വൽ ടു 0, 3 പൈ ബൈ 2 2 പൈ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ സൈനിന്റെ ഗ്രാഫ് വരിക. അപ്പൊ ആൽഫ എൽ പോസിറ്റീവ് ആവണം, സൈനിന്റെ വാല്യൂ 0 ആവണം. അപ്പൊ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് പൈ ആവാം. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 2 പൈ ആവാം. അപ്പൊ ഇങ്ങനെ പൈകളുടെ മൾട്ടിപ്പിൾസ് ആവാം. അതാണ് നമ്മുടെ പോസിബിലിറ്റി. ദിസ് ഇംപ്ലൈസ് ആൽഫ എൽ ഈസ് എ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ. പൈകളുടെ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ആയാലേ പറ്റുള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് എഴുതാം ആൽഫ എൽ ഈക്വൽ ടു n pi where n element of integer and അത് മാത്രമായാൽ പോരാ, നമുക്ക് പോസിറ്റീവും കൂടി വേണം, and n greater than 0. So this implies alpha equal to n pi by l. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പറയാം ലാംഡ ഈക്വൽ ടു മൈനസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു -n സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഇവിടെ അപ്പൊ നമ്മൾ C1 ഈക്വൽ ടു 0 എന്ന് കണ്ടു. ആൽഫയുടെ ഫോം n പൈ ബൈ എൽ ആണെന്ന് നമ്മൾ കണ്ടു. ഇവിടെ ആൽഫ എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ n ഓഫ് എക്സിന്റെ ഫോമാണ് എഴുതുന്നത്. n ഓഫ് എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു C1 0 ആയി, C2 0 അല്ല, C2 ഇൻറ്റു സൈൻ ആൽഫ എക്സ് n പൈ എക്സ് ബൈ എൽ. ഇവിടെ എന്നിനുള്ള ഡിപ്പെൻഡൻസി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ എക്സ് സഫിക്സ് n എന്ന് ഇട്ടുള്ളത്. അപ്പോൾ നമുക്ക് n ഓഫ് എക്സ് ഈക്വൽ ടു C2 സൈൻ n പൈ എക്സ് ബൈ എൽ എന്ന് കിട്ടി. ഇനി ഇതേപോലെ ഞാൻ unxt കാണാൻ പോവാ. അതെന്ന് പറയുന്നത് xnx ഇൻറ്റു ടി ഓഫ് ടി. unxt എന്ന് പറയുന്നത് xnx ഇൻറ്റു ടി ഓഫ് ടി. ടി ഓഫ് ടി നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ടി ഓഫ് ടിയുടെ ഫോം. നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Therefore un of xt equal to C2 sin n pi x by L into C4 e power minus k alpha square t. ഇനി ഈ C2 ഇൻറ്റു C4നെ ഞാൻ ക്യാപിറ്റൽ A എന്ന് വിളിക്കുകയാണ്. ഈക്വൽ ടു an e പവർ മൈനസ് k
ആൽഫ എൻ പൈ ബൈ എൽ ആണ്. അപ്പൊ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ, എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ടി ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ n ഈക്വൽ ടു 1 2 എക്സെട്ര. n ഈക്വൽ ടു 1 ഇൻ u1 ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന പി ഡിയുടെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതേപോലെ n ഈക്വൽ ടു 2ന് u2 ഓഫ് എക്സ് ടി എന്ന് പറയുന്നതും നമുക്ക് തന്നിരിക്കുന്ന പി ഡിയുടെ സൊല്യൂഷൻ ആയിരിക്കും. അതേപോലെ ഏത് n എടുത്താലും ആ കറസ്പോണ്ടിങ് യു എൻ എക്സ് ടി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന പി ഡിയുടെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് u of xt equal to summation n equal to 1 to infinity un of xt is a solution of given PDE. നമുക്ക് പറയാം u1 സൊല്യൂഷൻ ആണ്, u2 സൊല്യൂഷൻ ആണ്, u3 സൊല്യൂഷൻ ആണ്, എക്സെട്ര സൊല്യൂഷൻ ആണെങ്കിൽ അവയുടെ സമ്മും നമ്മളുടെ പി ഡിയുടെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ therefore u of xt equal to summation n equal to 1 to infinity an e power minus k n square pi square by l square t into sin n pi x by l. ഇനി നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബൗണ്ടറി കണ്ടീഷനും കൂടി ഉണ്ട്. u of x, 0 equal to f of x. അപ്പോൾ this implies t യുടെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. This implies f of x equal to summation n equal to 1 to infinity an sin n pi x by l. ഇത് നമ്മൾ ഫൊറിയർ സീരീസിൽ പഠിച്ചിരിക്കുന്ന ഒരു ഫോർമുലയാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൊറിയർ സീരീസിൽ പഠിച്ച പ്രകാരം an എന്ന് പറയുന്നത് 2 by l integral 0 to l f of x into sin n pi x by l dx ഇങ്ങനെ പറയാം. അപ്പൊ ഇനി നമ്മൾ സൊല്യൂഷൻ ഒന്നുകൂടി എടുത്ത് എഴുതാണ്. The solution of the given heat equation under the given boundary conditions is u of x comma t equal to summation n equal to 1 to infinity an e power minus k n square pi square by l square t into sin n pi x by l, where an equal to 2 by l integral 0 to l f of x into sin n pi x by l dx. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ് എക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഒന്നെങ്കിൽ ഇതേപോലെ തന്നെ ഹീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം തരും, ഈ യു ഓഫ് എക്സ് ടിയുടെ ഫോർമുല വെച്ചിട്ട് നമുക്ക് അതിന്റെ ഉത്തരം കാണണം. അങ്ങനെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ സെക്ഷനിൽ നിന്ന് വരിക. ഒന്നെങ്കിൽ ഇതേ ഫുൾ ഡെറിവേഷൻ ഇതേപോലെ, അല്ലെങ്കിൽ ഈ ഫോർമുല വെച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണ പോലെ. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: find the temperature u of x comma t at any time in a metal rod (50 centimeter long)
insulated on the sides which initially has a uniform temperature of 20 degrees Celsius throughout, and whose ends are maintained at 0 degrees Celsius for all t greater than 0. u of xt എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അറ്റ് എനി ടൈം. ഇനി ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി റോഡ്, അതെന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ. ഇനി തന്നിട്ടുണ്ട് എൻസുകളുടെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻസ് എന്ന് പറയുമ്പോൾ 0T 50T equal to 0 for all t greater than 0. Initially throughout യൂണിഫോം ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ u of x, 0 ഈക്വൽ ടു 20. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് L എന്ന് പറയുന്നത് 50 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 20 ആണ്. ഇനി നമ്മളുടെ ഹീറ്റ് ഇക്വേഷൻ വരിക k ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 50 t ഗ്രേറ്റർ ദാൻ 0 k ഗ്രേറ്റർ ദാൻ 0. നമുക്കറിയാം ഹീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷന്റെ ഫോർമുല വരുന്നത് u of xt equal to summation n equal to 1 to infinity a n exponential of minus k n square pi square by L square t into sin n pi x by L, where an equal to 2 by L integral 0 to L f of x into sin n pi x by L dx. ഇനി എല്ലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് ഓഫ് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ therefore u of xt equal to summation n equal to 1 to infinity a n exponential of minus k n square pi square by 50 square t into sin n pi x by 50, where an equal to 2 by 50 integral 0 to 50 20 into sin n pi x by 50 dx. ഇനി നമ്മൾ ചെയ്യേണ്ടത് a നെ സോൾവ് ചെയ്യുക, അത് മുകളിൽ u of xt ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ an കാണാം, an ഈക്വൽ ടു 2 by 50, 20 കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അതിനെയും പുറത്തേക്ക് എടുക്കുക, ഇൻറ്റു 20 integral 0 to 50 sin n pi x by 50 dx. ഈ 20 ഒരു 0യും 50 to 0യും ക്യാൻസൽ ആവും, ഈക്വൽ ടു 4 by 5 സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് n pi x by 50
കഴിഞ്ഞിട്ടില്ല. എക്സിന് പകരം വന്നുള്ളത് n pi x by 50 ആണ്. അപ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ അതിന്റെ ഡെറിവേറ്റീവ് n pi by 50. ഇനി ലിമിറ്റ് കൊടുക്കുക 0 to 50. അപ്പോൾ this is equal to 4 by 5 into 50 by n pi into minus cos n pi 50 by 50 minus minus plus cos 0. ഈ 50യും താഴത്തെ 50യും ക്യാൻസൽ ആയി. ദിസ് ഇസ് ഈക്വൽ ടു പിന്നെ cos 0 എന്ന് പറയുന്നത് 1 ആണ്. ഈക്വൽ ടു 4 by 5 into 50 by n pi into minus cos n pi plus 1. ഇനി 5ഉം 50യും നമ്മൾ ക്യാൻസൽ ചെയ്യണം. ബാക്കി 10. ദിസ് ഇസ് ഈക്വൽ ടു 40 by n pi 1 minus cos n pi. നമുക്കറിയാം എൻ്റെ വാല്യൂസ് 1 2 എക്സെട്ര ആണ്. അപ്പോൾ നമ്മൾ കോസ് എന്തൊക്കെ വരാമെന്ന് നോക്കുക. n 1 ആവുമ്പോൾ കോസ് പൈ മൈനസ് 1. n 2 ആവുമ്പോൾ കോസ് 2 പൈ 1 ആണ്. n 3 ആവുമ്പോൾ കോസ് 3 പൈ മൈനസ് 1. n 4 ആവുമ്പോൾ കോസ് 4 പൈ 1. അപ്പോൾ ഓഡ് നമ്പേഴ്സിൽ മൈനസ് 1ഉം ഈവൺ നമ്പേഴ്സിൽ 1ഉം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 40 by n pi 1 minus minus 1 raised to n, which is equal to 40 by n pi into n odd ആവുമ്പോൾ മൈനസ് 1 റേസ് ടു ഒരു ഓഡ് നമ്പർ മൈനസ് 1 വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ ഇൻറ്റു 2 വെൻ n is odd. ഇനി n ഈവൺ ആണെങ്കിൽ മൈനസ് 1 റേസ് ടു n അത് 1 ആവും. 1 minus 1 0. n is even. Therefore an equal to 40 by n pi 1 minus minus 1 raised to n, which is equal to 80 by n pi when n is odd or 0 when n is even. അപ്പോൾ നമ്മൾ an കണ്ടുവച്ചു. ഇനി ഈ കണ്ടുവച്ച an u of x t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾക്ക് ഉള്ള ഉത്തരമായി. Hence the temperature u of xt at any time t in the rod is given by u of xt equal to summation n equal to 1 to infinity. n പകരം ഇത് ഇട്ട് കൊടുക്കുക. 40 by n pi 1 minus minus 1 raised to n into exponential of minus k n square pi square by 2500 t into sine n pi x by 50. ഇതായിരിക്കും ഉത്തരം. പ്രോബ്ലം തന്നിട്ട് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. നമുക്ക് ഡയറക്റ്റ് ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.